നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധനയൻ യേശുവേ, ഹല്ലേലൂയ മാറാനാഥാ, ഹല്ലേലൂയ മാറാനാഥാ. Come, Lord Jesus. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. മാറാനാത്ത ദൈവവചന ശുശ്രൂഷയിലേക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കേവർക്കും സ്വാഗതം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് പത്രോസ്ലീഹ എഴുതിയ 1-ാം ലേഖനത്തിൽ 3-ാമത്തെ അധ്യായത്തിലെ 15-ാമത്തെ തിരുലിഖിതമാണ്. ക്രിസ്തുവിനെ കർത്താവായി നിങ്ങളുടെ ഹൃദയത്തിൽ പൂജിക്കുവിൻ. ക്രിസ്തുവിനെ കർത്താവായി നിങ്ങളുടെ ഹൃദയത്തിൽ പൂജിക്കുവിൻ. 1 പത്രോസ് 3:15. ഈ നിമിഷങ്ങളിൽ കർത്താവായ ദൈവം നമ്മളെ ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലിരുന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങളെ സ്വീകരിക്കാൻ കർത്താവ് തെരഞ്ഞെടുത്തവരാണ് ഞാനും നിങ്ങളും. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 44-ാം തിരുലിഖിതം. എന്നെ അയച്ച എൻ്റെ പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എൻ്റെ അടുക്കൽ വരിക സാധ്യമല്ല. ദൈവത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് ഈ കൂട്ടായ്മയുടെ പിന്നിലുണ്ട്. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ ഇതുപോലെ ദൈവം തെരഞ്ഞെടുത്ത് ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഒരുമിച്ച് കൂട്ടിയ ദൈവമക്കള് വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും അവരുടെ കുടുംബങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട്. 1-2 വ്യക്തിയുടെ അനുഭവങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. എൻ്റെ പേര് മേരി ജോർജ്, അറക്കൽ ഹൗസ്, കൽപ്പറ്റ, വയനാട്. വയനാട്ടിൽ നിന്നാണ് ഈ സഹോദരി സാക്ഷ്യം എഴുതി അറിയിക്കുന്നത്. എൻ്റെ ഇളയ മകന് വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങളായെങ്കിലും മക്കളുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ജീവൻ TV-യിൽ ശനിയാഴ്ച തോറും രാവിലെ 6 മണി മുതൽ 6:30 വരെ നടക്കുന്ന സെഗിയോൻ ധ്യാന കേന്ദ്രത്തിൻ്റെ വചനപ്രഘോഷണ ശുശ്രൂഷകളിൽ പങ്കെടുക്കാൻ ഇടവന്നു. അതിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നതിനെക്കുറിച്ച് കേട്ടപ്പോൾ എൻ്റെ ഹൃദയത്തിലും വിശ്വാസം ജനിച്ചു. നിങ്ങൾ വീട്ടിലിരുന്ന് TV-യിൽ കൂടി പ്രഘോഷിക്കപ്പെടുന്ന വചനങ്ങൾ കേൾക്കുകയും ആ പ്രാർത്ഥനകളിൽ സജീവമായി പങ്കുകൊള്ളുകയും ചെയ്താൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ അത്ഭുതങ്ങൾ ഉണ്ടാകും, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുമെന്ന് അച്ഛൻ ടെലിവിഷനിൽ പറഞ്ഞത് ഞങ്ങൾ വിശ്വസിച്ചു. ഞങ്ങൾ മുടങ്ങാതെ എല്ലാ ആഴ്ചയിലും ടെലിവിഷനിൽ മാറാനാത്ത പ്രോഗ്രാമിൽ പങ്കുചേർന്ന് ഞങ്ങളുടെ മകന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അത്ഭുതമെന്ന് പറയട്ടെ, ഞങ്ങളുടെ മകൻ്റെ ദുഃഖത്തിൽ ദൈവം ഇടപെടുകയും ഭാര്യ ഗർഭിണിയാവുകയും ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ മിടുക്കനായ ഒരു ആൺകുട്ടി ഞങ്ങളുടെ കുടുംബത്തിൽ ജനിക്കുകയും ചെയ്തു. ഈ ഒരു വലിയ അനുഗ്രഹത്തിന് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിന് കോടാനുകോടി നന്ദിയും സ്തുതിയും മഹത്വവും അർപ്പിക്കുന്നു. ഹല്ലേലൂയ. വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായി മക്കളില്ലാതിരുന്ന ഈ കുടുംബത്തിൽ ഇവർ മാറാനാത്ത പ്രോഗ്രാമിൻ്റെ സമയത്ത് വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാലും ദൈവസന്നിധിയിൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുമെന്ന് പറഞ്ഞ് ആ ദൂത് അവർ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയാൻ തക്കവണ്ണം ഇതാ ഇവരുടെ കുടുംബത്തിൽ ദൈവം ഇടപെട്ടു. പ്രൈസ് ദി ലോർഡ്. മറ്റൊരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഞാൻ തലശ്ശേരി അതിരൂപതയിൽപ്പെട്ട കൊളക്കാട് ഇടവാംഗമാണ്. ഞാൻ 2008 മെയ് മാസം 25 തൊട്ട് 30 വരെയുള്ള അട്ടപ്പാടിയിലെ താമസിച്ചുള്ള ധ്യാനത്തിൽ പങ്കെടുത്തൊരു വ്യക്തിയാണ്. എനിക്ക് 4 വർഷമായി പഴക്കമുള്ള ഒരു വൃത്തികെട്ട ചുമയും പെട്ടെന്ന് പ്രത്യേക തരത്തിലുള്ള പനിയുടെ രോഗപീഠയും എന്നെ അലട്ടിക്കൊണ്ടിരുന്നു. ചുമ തുടങ്ങിയാൽ നിൽക്കാത്ത ചുമയാണ്. വലിയ പ്രയാസമായിരുന്നു. ഒരുപാട് ചികിത്സകൾ നടത്തി, ഒരുപാട് പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചു. എന്നാൽ
എൻ്റെ ഈ ചുമ വിട്ടുപോയില്ല. എൻ്റെ അമ്മച്ചിക്കും വർഷങ്ങൾ പഴക്കമുള്ള ചുമയുണ്ടായിരുന്നു. പാരമ്പര്യമാണെന്നാണ് കുടുംബത്തിൽ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അട്ടപ്പാടി സെഗിയോൻ ധ്യാന കേന്ദ്രത്തിൽ താമസിച്ചുള്ള ധ്യാനത്തിൽ വെച്ച് എല്ലാ ശനിയാഴ്ചയും രാവിലെ 6 മണി മുതൽ 6:30 വരെ ജീവൻ ടി വിയിലൂടെ മാറാനാത്ത വചന ശുശ്രൂഷയുണ്ടെന്നും ആ ശുശ്രൂഷയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിച്ചാൽ യേശുവിൻ്റെ നാമത്തിലുള്ള അത്ഭുതങ്ങൾ കുടുംബങ്ങളിൽ സംഭവിക്കുമെന്നും അനൗൺസ്മെൻ്റ് ഉണ്ടായത്. ഞങ്ങൾ ധ്യാനത്തിന് ശേഷം എല്ലാ ശനിയാഴ്ചയും രാവിലെ 6 തൊട്ട് 6:30 വരെയുള്ള വചന ശുശ്രൂഷകളിൽ ജീവൻ ടി വിയുടെ മുമ്പിലിരുന്ന് ടെലിവിഷൻ പ്രോഗ്രാമിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അച്ഛൻ ടി വിയിലൂടെ രോഗങ്ങൾ ഉള്ളവർ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ഇരുന്ന് ആ രോഗങ്ങൾ സമർപ്പിച്ച് യേശുവിനെ നാമം വിളിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ചുമ സമർപ്പിച്ച് കൈകൾ നെഞ്ചത്ത് വെച്ച് യേശുവിനെ നാമത്തെ വിളിച്ചുകൊണ്ടിരുന്നു. അത്ഭുതമെന്ന് പറയട്ടെ, ആ മണിക്കൂറിൽ ദൈവത്തിൻ്റെ ശക്തി എൻ്റെ മേൽ വ്യാപരിച്ചു. എൻ്റെ ചുമ, വർഷങ്ങളായുള്ള എൻ്റെ ചുമ തീർത്തും മാറി. പിന്നീട് ഇന്നുവരെ എനിക്ക് ആ ചുമയുടെ ശല്യം എൻ്റെ മേൽ ഉണ്ടായിട്ടില്ല. പിന്നെ വെറുതെ പോലും ഒന്ന് ചുമയ്ക്കാൻ എൻ്റെ ദൈവം ഇടവരുത്തിയിട്ടില്ല. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഏലിയാമ്മ എന്ന സഹോദരി കൊളക്കാട് ദേശത്ത് നിന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. പിന്നെ വെറുതെ ഒന്ന് ചുമയ്ക്കാൻ പോലും എൻ്റെ ദൈവം എന്നെ ഇടവരുത്തിയിട്ടില്ല എന്ന വിധം അത്ഭുതമായൊരു വിടുതലാണ് ഇപ്പോൾ ഈ സഹോദരി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട ദൈവമക്കളെ, 2 കരങ്ങളും ദൈവമായ കർത്താവിലേക്ക് ഉയർത്തുക. ഇത് അത്യുന്നതമായ ആത്മാവ് പ്രവഹിക്കുന്ന സമയമാണ്. രോഗിയായിട്ടുള്ളവർ ഇപ്പോൾ പ്രാർത്ഥിക്കട്ടെ. മനം തകർന്നിരിക്കുന്നവർ ഇപ്പോൾ പ്രാർത്ഥിക്കട്ടെ. കുടുംബ പ്രശ്നങ്ങൾ വളരെ ക്ലേശം അനുഭവിക്കുന്നവർ ഇപ്പോൾ പ്രാർത്ഥിക്കട്ടെ. പഠിക്കുമ്പോൾ ഒന്ന് ഓർമ്മ നിൽക്കാത്ത കുഞ്ഞുങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കട്ടെ. വിശ്വാസം നഷ്ടപ്പെട്ടു പോയ യുവതിവാക്കന്മാർ ഇപ്പോൾ പ്രാർത്ഥിക്കട്ടെ. ഓരോ കുടുംബ പ്രശ്നങ്ങളുടെ മേലും അത്ഭുതമായ ആത്മാവിൻ്റെ പ്രവാഹം കർത്താവ് നൽകുന്ന സമയമാണിത്. കരങ്ങൾ ഉയർത്തി നിങ്ങൾ ഓരോരുത്തരിയ്ക്കുന്ന സ്ഥലങ്ങളിൽ തന്നെ ഇരുന്ന് കണ്ണുകൾ അടച്ച് ഉറക്കെ സ്തുതിച്ച് ആത്മാഭിഷേകം പ്രാപിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവേ, സ്നേഹന്മാരിൽ വ്യാപരിച്ചതുപോലെ, ആദിമസഭയിൽ നിറഞ്ഞതുപോലെ, രക്തസാക്ഷികളുടെ മേൽ വ്യാപരിച്ചതുപോലെ, ദൈവജനത്തെ ഉണർത്തിയ പരിശുദ്ധാത്മാവേ ഇപ്പോൾ വ്യാപരിക്കണമേ, ഇപ്പോൾ വ്യാപരിക്കണമേ. പരിശുദ്ധാത്മാവേ വന്നു നിറയണമേ. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുന്നു. നിറഞ്ഞപ്പോ ദൈവത്തിന്റെ ആത്മാവേ വന്നു നിറയണമേ. എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ. സ്നേഹന്മാരിൽ നിറഞ്ഞപ്പോ ഞങ്ങളിൽ അത്ഭുത അഭിഷേകമേ നിറയണമേ, ഇപ്പോൾ വ്യാപരിക്കണമേ. സ്നേഹന്മാരിൽ നിറഞ്ഞപ്പോ ഞങ്ങളിൽ അത്ഭുതകരമായ അഭിഷേകം, ഉണർവിന്റെ അഭിഷേകം, സൗഖ്യത്തിന്റെ അഭിഷേകം വ്യാപരിക്കും. രോഗികൾ ബന്ധനങ്ങൾ അഴിയട്ടെ, പൈശാചിക പീഡകൾ വിട്ടുപോകട്ടെ, പാരമ്പര്യ രോഗങ്ങൾ വിട്ടുമാറി പോകട്ടെ, എല്ലാ തലമുറകളുടെ ബന്ധങ്ങൾ അഴിഞ്ഞു മാറട്ടെ, ശാപക്കെട്ടുകൾ അഴിയട്ടെ കർത്താവേ, രോഗബന്ധങ്ങൾ അഴിയട്ടെ കർത്താവേ, എല്ലാ തിന്മയുടെ കോട്ടകൾ തകരട്ടെ കർത്താവേ, അന്ധകാരത്തിന്റെ കോട്ടകൾ തകരട്ടെ കർത്താവേ, പൈശാചിക പീഡകൾ വിട്ടുപോട്ടെ കർത്താവേ, പാരമ്പര്യ ബന്ധനങ്ങൾ അഴിയട്ടെ കർത്താവേ, സാമ്പത്തിക കടബാധ്യത കെട്ടുകൾ അഴിയട്ടെ കർത്താവേ, ബിസിനസ് പരാജയത്തിന് ദൈവശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവേ, ആത്മാവേ, അത്ഭുത അഭിഷേകമായി വ്യാപരിക്കണമേ. തളർന്ന മനസ്സുകൾ ഉണരട്ടെ, തളർന്ന മനസ്സുകൾ ഉണരട്ടെ, തളർന്ന ജീവിതങ്ങൾ പുതുജീവൻ പ്രാപിക്കട്ടെ, പുതുശക്തി പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പത്രോസിലേക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 15-ാം തിരുലിഖിതം. ക്രിസ്തുവിനെ കർത്താവായി നിങ്ങളുടെ ഹൃദയത്തിൽ പൂജിക്കുവിൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനങ്ങൾ എൻ്റെയും നിങ്ങളുടെയും സമസ്ത മനുഷ്യരുടെയും ജീവിതത്തിൻ്റെ ഭാഗതയെ നിർണയിക്കുന്ന ദൈവവചനമാണ്. ക്രിസ്തുവിനെ കർത്താവായി നിങ്ങളുടെ ഹൃദയത്തിൽ പൂജിക്കുവിൻ. എനിക്കിതിൻ്റെ ആഴങ്ങൾ വെളിപ്പെട്ട് കിട്ടിയ ഒരു സംഭവം നിങ്ങളോട് ഞാൻ പറയാം.
ഒരു ദിവസം സെഗിയോൻ ധ്യാന കേന്ദ്രത്തിൽ ഒരു നല്ലൊരു ചെറുപ്പക്കാരൻ ധ്യാനിക്കാൻ വന്നു. ആ ചെറുപ്പക്കാരൻ സൽസ്വഭാവിയാണ്. ആ ചെറുപ്പക്കാരൻ അനേക സൽപ്രവൃത്തികൾ ചെയ്യുന്ന മനുഷ്യനാണ്. നാട്ടുകാർക്കെല്ലാം കണ്ണിലുണ്ണിയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നാൽ അദ്ദേഹം ധ്യാന കേന്ദ്രത്തിൽ ധ്യാനിക്കാൻ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ മുറിവുകളെല്ലാം കൂടി എന്നെ കാണിച്ച്, ശരീരത്തിൽ ഒരുപാട് ക്ഷതങ്ങൾ, ആരോ ക്രൂരമായി അടിച്ച് മുറിവേൽപ്പിച്ച പാടുകളൊക്കെ ഉണ്ട്. ഞാൻ ചോദിച്ചു, ഇതാരാണ് ഈ ശരീരം ഇതുപോലെ തകർത്ത് തരിപ്പണമാക്കിയത്? അപ്പോൾ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, അച്ഛാ, എനിക്ക് സഹിക്കാൻ പറ്റാത്ത വേദനയുണ്ട്. ശരീരത്തിലെ വേദനയേക്കാൾ മനസ്സിനാണ് അച്ഛാ വേദന. ഞാൻ ചോദിച്ചു, എന്താ കാരണം? ആ ചെറുപ്പക്കാരൻ സംഭവങ്ങളെല്ലാം വിവരിച്ചു. സംഭവം ഇതാണ്: ഒരു പ്രോഗ്രാം കഴിഞ്ഞ് അദ്ദേഹം ഒരു തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരികയാണ്. അപ്പോൾ ഈ പ്രോഗ്രാമിൽ തന്നെ പങ്കെടുത്തിരുന്ന മറ്റൊരു വ്യക്തിയും ആ തിയേറ്ററിൽ പ്രോഗ്രാം കഴിഞ്ഞ് ഇറങ്ങി വരികയാണ്. അങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് ഈ ചെറുപ്പക്കാരൻ്റെ മേൽ ആ രാക്ഷസനെ പോലുള്ള മഹാഭീകരനായ വ്യക്തി ക്രൂരം ആഞ്ഞ് മർദ്ദിക്കുകയും അടിക്കുകയും ചവിട്ടുകയും ചെയ്യുകയാണ്. ആ രാക്ഷസനെ പോലുള്ള മനുഷ്യൻ്റെ കയ്യിലുണ്ടായിരുന്ന ഹെൽമറ്റ് കൊണ്ട് ഈ ചെറുപ്പക്കാരനെ ക്രൂരമായി അടിച്ചു വീഴ്ത്തി. ഒറ്റ അടി കൊണ്ട് തന്നെ, ഹെൽമറ്റും കൊണ്ട് ഒറ്റ അടി കെട്ടിയപ്പോൾ തന്നെ ഈ ചെറുപ്പക്കാരൻ നിലംപതിച്ച്. അങ്ങനെ അദ്ദേഹം നിലംപതിച്ച് കിടക്കുമ്പോൾ വീണ്ടും അദ്ദേഹത്തെ ചവിട്ടുകയും ഇടിക്കുകയും ചെയ്ത് ആ ഭീകരനായ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ കോപം തീർത്ത് അദ്ദേഹത്തെ മർദ്ദിച്ച് അവശനാക്കി. കാരണം ഇതാണ്: ആ രാക്ഷസനെ പോലുള്ള മനുഷ്യൻ്റെ ഭാര്യയെ ആരോ എന്തോ ഡിസ്റ്റർബ് ചെയ്തു. അപ്പോൾ ഈ രാക്ഷസനെ പോലുള്ള മനുഷ്യന് ഈ ചെറുപ്പക്കാരനെ കാണുമ്പോൾ ഇദ്ദേഹം തന്നെയാണ് അത് ചെയ്തത് എന്ന് 100% അങ്ങോട്ട് തോന്നുകയാണ്. അതുകൊണ്ടാണ് ഈ ക്രോധമെല്ലാം അദ്ദേഹത്തിൻ്റെ മേൽ അഴിച്ചുവിട്ടത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നീട് അത് പോലീസ് കേസായി. പലരും ഇടപെട്ടു, പോലീസ് വന്നു, അന്വേഷണം നടത്തി. അപ്പോൾ മനസ്സിലായി 4 ചെറുപ്പക്കാർ വേറെ ഉണ്ടായിരുന്നു, അവരാണ് ഈ ശല്യം ചെയ്തത്. എന്നാൽ മർദ്ദനം മുഴുവനും നിരപരാധിയായ ഈ നമ്മുടെ ചെറുപ്പക്കാരന് കിട്ടി. ഈ ചെറുപ്പക്കാരനാണെങ്കിൽ പ്രോഗ്രാം കഴിഞ്ഞിട്ട് യേശുവേ സ്തോത്രം, യേശുവേ നന്ദി എന്ന് പറഞ്ഞ് യാതൊരു ഉപദ്രവം ആർക്കും ചെയ്യാതെ പോരുമ്പോഴാണ് പൂത്തിരി അടി വീഴുന്നത്. അദ്ദേഹം പറഞ്ഞു, അച്ഛാ, 21 ദിവസം ഹോസ്പിറ്റലിൽ കടന്നിട്ടുണ്ട്. ശരീരം മുഴുവൻ ക്ഷതങ്ങളും അതൊക്കെ സ്റ്റിച്ചിട്ട പാടുകളുമാണ്. അദ്ദേഹം പറഞ്ഞു, അച്ഛാ, എനിക്ക് 3 ആൺമക്കളുണ്ട്. അവർ 8ാം ക്ലാസ്സിലും 6ലും 4ലൊക്കെ ആയിട്ട് പഠിച്ചുകൊണ്ട് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു പേരുള്ള കുടുംബത്തിൽ നിന്നാണ് എൻ്റെ ഭാര്യ. അങ്ങനെ എൻ്റെ ഇടവകയിൽ ഞാൻ കാറ്റഗിസം പഠിപ്പിക്കുന്നത്. കാറ്റഗിസം ഹെഡ് മാസ്റ്ററാണ്. നാട്ടുകാർക്ക് കണ്ണിലുണ്ണിയാണ്. ഈ ഒരു സംഭവം എൻ്റെ മനസ്സിനെ തകർത്ത് കളഞ്ഞച്ചാ. ഞാൻ എങ്ങനെ ഒരു നാട്ടിൽ തലപൊക്കി നടക്കും? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എങ്കിൽ ചെറുപ്പക്കാരനങ്ങനെ വേദനിച്ചിരിക്കുമ്പോൾ എനിക്കും വലിയ വിഷമായി. ഞാൻ ദൈവസന്നിധി പ്രാർത്ഥിച്ചു, ദൈവമേ, ഇങ്ങനെയൊക്കെ നിരപരാധികൾ സഹിക്കാൻ എന്തുകൊണ്ട് ഇടവരുന്നു? അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ മനസ്സിൽ ഒരു പ്രേരണ തന്നു, എൻ്റെ മനസ്സിൽ ഒരു തോന്നിപ്പ് തന്നു. പരിശുദ്ധാത്മാവ് ചോദിച്ചു, ഈ പ്രശ്നത്തിൽ 100% നിരപരാധിയാണ്, എന്നാൽ ഇതിനു മുമ്പ് എന്നെങ്കിലും ഇങ്ങനെയുള്ള എന്തെങ്കിലും തരത്തിലുള്ള ശല്യങ്ങൾ ആർക്കെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഞാൻ ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു, ചെറുപ്പക്കാരാ, പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഒരു പ്രേരണ തരുന്നുണ്ട്, ഇതിനു മുമ്പ് എന്തെങ്കിലും, ഇപ്പം 100% നിരപരാധി സംശയമില്ല, ഉറപ്പ്, എന്നാൽ പണ്ട് എന്നെങ്കിലും വല്ല അറിയാതെയോ എപ്പോഴെങ്കിലും എന്തെങ്കിലും കുസൃതികൾ ചെയ്തിട്ടുണ്ടോ? ഉടനെ ആ ചെറുപ്പക്കാരൻ തല പതുക്കെ താഴത്തോട്ടാക്കിയിരുന്ന് ചിന്തിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയാണ്. അതിൻ്റെയൊക്കെയാണ് ഈ വരുന്നതെങ്കിൽ ഇതുകൊണ്ടൊന്നും നിൽക്കുമെന്ന് തോന്നണില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, ചെറുപ്പക്കാരാ ഭയപ്പെടണ്ട, ഇതിൻ്റെ പേരാണ് ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ്, ഫസ്റ്റ് ഫ്രൂട്ട്, ഇനി ബാക്കി കൊയ്ത്ത് വരാനിരിക്കണുള്ളൂ എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് നിസ്സാരമായ സംഗതിയല്ല. ആ ചെറുപ്പക്കാരൻ പറയുകയാണ്, എൻ്റെ അച്ഛാ, കല്യാണം കഴിച്ചതിന് ശേഷം പിന്നെ ഇന്ന് വരെ ഞാൻ ഒരാളെയും ഒരു സ്ത്രീയെയും ശല്യം ചെയ്യാൻ പോയിട്ടില്ല. എന്നാൽ കല്യാണം കഴിക്കുന്നത് വരെയൊക്കെ അല്ലറ ചില്ലറ ഏർപ്പാടുകളൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം നോക്ക്, ഇന്ന് യാതൊരു ശല്യവും ആർക്കും ചെയ്യാതെ സമാധാന പ്രിയനായി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതാ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം മനസ്സാവാച അറിയാത്ത കാര്യങ്ങൾക്ക് കഠിനമായ പ്രഹരം വരികയാണ്. എന്താ അതിൻ്റെ മർമ്മം? അത് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രഭാഷകന്റെ പുസ്തകം 27:10, സിംഹം ഇരയ്ക്ക് വേണ്ടി പതിയിരിക്കുന്നു, പാപം പാപിക്ക് വേണ്ടി കാത്തിരിക്കുന്നു,
ഞാനും നിങ്ങളൊരു പാപം ചെയ്താൽ സിംഹം ഇരയ്ക്ക് വേണ്ടി പതിയിരിക്കുന്നത് പോലെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഈ പാപം എനിക്കും നിങ്ങൾക്കും വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? എനിക്കും നിങ്ങൾക്ക് ആ ശമ്പളം തരണം. പാപത്തിന് ശമ്പളമുണ്ട്. പാപത്തിൻ്റെ ശമ്പളമാണ് മരണം. ഞാനും നിങ്ങളും ചെയ്ത പാപത്തിൻ്റെ ശമ്പളം എനിക്കും നിങ്ങൾക്ക് അളന്നു തരാൻ വേണ്ടി ഇന്നല്ലെങ്കിൽ നാളെ ഞാനും നിങ്ങൾ ചെയ്ത പാപം നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരിക തന്നെ ചെയ്യും. മരിക്കുന്നതിന് മുമ്പ് ഞാനും നിങ്ങൾ ചെയ്ത പാപത്തിൻ്റെ ശമ്പളം ഈ ശരീരത്തിൽ ഞാനും നിങ്ങളും ഏറ്റുവാങ്ങിയേ ഈ ലോകം വിട്ടു പോകാൻ കഴിയുകയുള്ളൂ. പാപത്തിൻ്റെ ശമ്പളമായ മരണം എന്താണെന്ന് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ റോമാലേഖനം 2-9 വാക്യത്തിൽ പാപത്തിൻ്റെ ശമ്പളമായ മരണത്തെക്കുറിച്ച് ഒരു പ്രതിപാദനം കണ്ടു. അത് നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: തിന്മ പ്രവർത്തിക്കുന്ന ഏതൊരുവനും ആദ്യം യഹൂദനും പിന്നെ ഗ്രീക്കുകാരനും ദുരിതവും ക്ലേശവും ഉണ്ടാകും. തിന്മ പ്രവർത്തിക്കുന്ന ഏതൊരുവനും ആദ്യം യഹൂദനും പിന്നെ ഗ്രീക്കുകാരനും ദുരിതവും ക്ലേശവും ഉണ്ടാകും. വേറൊരു വാക്കി പറഞ്ഞാൽ, ഞാനും നിങ്ങളും പാപം ചെയ്തിട്ടുണ്ടോ? ഉറപ്പാണ് ഇന്നല്ലെങ്കിൽ നാളെ പാപം തിരിച്ചു വന്ന് പാപത്തിൻ്റെ ശമ്പളം എനിക്കും നിങ്ങൾക്കും ഇട്ടുതരും. പാപത്തിൻ്റെ ശമ്പളം എനിക്ക് നിങ്ങൾക്ക് ലഭിക്കുന്ന ആ രൂപത്തിൻ്റെ പേരാണ് ദുരിതം, ക്ലേശം. ദുരിതമായും ക്ലേശമായും അത് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് പെയ്തിറങ്ങുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാനും നിങ്ങളും 10 കിലോ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് തുല്യമായി അതിൻ്റെ തോതനുസരിച്ചുള്ള ശമ്പളം, വേദനയും ദുരിതവും ക്ലേശവും ജീവിതത്തിലേക്ക് ഏറ്റുവാങ്ങിയേ മതിയാവും. സുഭാഷിതങ്ങളുടെ പുസ്തകം 22-ാം അധ്യായത്തിൽ 8-ാമത്തെ വാക്യം വചനം പഠിപ്പിക്കുന്നുണ്ട്: അനീതി വിതയ്ക്കുന്നവൻ അനർത്ഥം കൊയ്യും. ഇവിടെ ഒരു വിതയും കൊയ്ത്തും പരിശുദ്ധാത്മാവ് പരിചയപ്പെടുത്തുകയാണ്. എന്താ വിതയും കൊയ്ത്തിൻ്റെ പ്രത്യേകത? ഒരു നെൽമണി വളർന്ന് കതിരായ 2 നെൽമണിയാണോ കിട്ടുന്നത്? 10 പറ വിതച്ച് എത്ര പറ കൊയ്യും? 100 പറ വിതച്ച് എത്ര പറ കൊയ്യും? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 10 പറ വിതച്ചാൽ 100 പറ കൊയ്യും. 100 പറ വിതച്ചാൽ 1000 പറ. 1 കിലോ പാപം ചെയ്താൽ 2 കിലോ വേദന എന്നുള്ളതല്ല കണക്ക്. 1 കിലോ പാപം വിതച്ചാൽ 10 കിലോ അനർത്ഥം കൊയ്തെടുക്കാം. 10 കിലോ പാപം വിതച്ചാൽ 100 കിലോ ദുരിതവും അനർത്ഥവും കൊയ്തെടുക്കേണ്ടി വരും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മൾട്ടിപ്ലൈഡ് ക്വാണ്ടിറ്റിയിൽ ദുരിതവും അനർത്ഥവും വേദനയും കണ്ണുനീരും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഞാനും നിങ്ങളും കൊയ്തെടുക്കാൻ ബാധ്യസ്ഥരാണ്. അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സങ്കീർത്തന പുസ്തകം 49-ാം അധ്യായം 7-ാം തിരുലിഖിതം, സങ്കീർത്തനം 49:7: തന്നെ വീണ്ടെടുക്കാനോ ജീവന്റെ വിടുതൽ വില ദൈവത്തിന് കൊടുക്കാനോ ആർക്കും കഴിയുകയില്ല. എന്തെന്നാൽ ജീവന്റെ വിടുതൽ വില വളരെ വലുതാണ്, എത്രയായാലും അത് തികയുകയില്ല. ചില ആളുകൾ ചിന്തിക്കുന്നത് എങ്ങനെയാണ്? കഠിനമായ രോഗവും വലിയ അപമാനവും നിന്ദനവും ദുരിതവും എല്ലാം ഈ ഭൂമി സഹിച്ച് നരകിച്ച് കിടക്കുമ്പോൾ അവർ ആശ്വസിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ ദുരിതമെല്ലാം കഴിഞ്ഞ് മരിച്ചാൽ ഇനി ഒരു സമാധാനമുള്ള കാലമുണ്ടല്ലോ, റെസ്റ്റ് ഇൻ പീസ്, സമാധാനത്തിൽ ആശ്വസിക്കാം, കാരണം ഇവിടെ സഹിച്ചു തീർത്തു, ഇനി അങ്ങേ ലോകത്ത് അധികം സഹിക്കേണ്ടി വരികയില്ല എന്നവർ ചിന്തിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്: നീ എത്ര വേദന സഹിച്ചാലും ശരി, നിന്റെ ഒരു ചെറിയ പാപം പോലും ആ വേദന കൊണ്ട് മായ്ച്ചു കളയാൻ പറ്റില്ല എന്ന് തിരുലിഖിതം പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും തകർച്ചയിലും വേദനയിലിരിക്കുമ്പോഴാണ് പിതാവായ ദൈവം പറഞ്ഞത്, നിങ്ങൾ സഹിക്കേണ്ട, നിങ്ങൾക്ക് പകരം ഞാൻ സഹിച്ചോളാം എന്ന് പറഞ്ഞ് നമ്മുടെ മുഴുവൻ പാപങ്ങളും പിതാവായ ദൈവം എടുത്ത് യേശു ക്രിസ്തുവിൻ്റെ മേൽ വെച്ചു കൊടുത്ത്, അങ്ങനെ ഞാനും നിങ്ങൾ സഹിക്കേണ്ട ദുരിതവും ക്ലേശവും പീഡയും യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ യേശു ക്രിസ്തു ഏറ്റെടുത്തു. ആ പാപം യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ വഹിച്ചുകൊണ്ട് യേശു ക്രിസ്തു കുരിശിലേക്ക് കയറി. അതാണ് 1 പത്രോസ് 2:24. അവൻ നമ്മുടെ പാപങ്ങൾ ചുമന്നുകൊണ്ട് കുരിശിലേക്ക് കയറി നമുക്ക് വേണ്ടി പാപപരിഹാര ബലിയായി തീർന്നു. പ്രിയപ്പെട്ട ദൈവ പൈതലേ, ഞാനും നിങ്ങളും യേശു ക്രിസ്തുവിൻ്റെ കുരിശ് മരണം എൻ്റെയും നിങ്ങളുടെയും ലോകം മുഴുവനുമുള്ള എല്ലാ മനുഷ്യരുടെയും പാപത്തിനുള്ള പരിഹാര ബലിയാണെന്ന് ഹൃദയം കൊണ്ട് അംഗീകരിച്ച് ആരാധിച്ച് യേശുവിനെ കർത്താവായി പൂജിക്കുമ്പോഴാണ് എൻ്റെയും നിങ്ങളുടെയും പാപത്തിൽ നിന്ന് വിടുതലുള്ളത്. ഇവിടെ എത്ര സഹിച്ചാലും ശരി, എത്ര ദുരിതത്തിരുന്നാലും ശരി, എത്ര രോഗത്തിലിരുന്നാലും ശരി, എത്ര കഷ്ടത്തിലിരുന്നാലും ശരി, എത്ര അപമാനവും നിന്ദനവും സഹിച്ചാലും ശരി, അതുകൊണ്ട് എൻ്റെയും നിങ്ങളുടെ പാപങ്ങൾ മായ്ക്കപ്പെടുകയില്ല. എൻ്റെയും നിങ്ങളുടെ പാപങ്ങൾ മായ്ക്കാൻ വേണ്ടി എന്നോട് നിങ്ങളുടെ കരുണയുള്ള പിതാവായ ദൈവം ഈ ലോകത്തിൽ നിന്ന് എനിക്ക് രക്ഷയുടെ മാർഗമാണ് യേശു ക്രിസ്തു. യേശു ക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ചിട്ട് നമ്മുടെ മുഴുവൻ പാപങ്ങളും യേശു ക്രിസ്തുവിൻ്റെ മേൽ പിതാവായ ദൈവം എടുത്തു വെച്ചു കൊടുത്തു. യേശു ക്രിസ്തു ആ പാപങ്ങൾ ഏറ്റെടുത്തു, കുരിശിലേക്ക് കയറി. ഞാനും നിങ്ങളും എൻ്റെയും നിങ്ങളുടെ ശരീരത്തെ ഏറ്റുവാങ്ങേണ്ട അടിപ്പിണരുകൾ, എൻ്റെയും നിങ്ങളുടെ ശരീരത്തെ ഏറ്റുവാങ്ങേണ്ട നിന്ദനം, തുപ്പല്, പീഡനം സർവ്വതും യേശുവിൻ്റെ ശരീരത്തിൽ സഹിച്ചുകൊണ്ട് ഒരു കൊള്ളക്കാരനെ പോലെ യേശു ക്രിസ്തു കുരിശിൽ പടഞ്ഞു മരിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് എൻ്റെയും നിങ്ങളുടെയും ലോകം മുഴുവനുമുള്ള സകലരുടെയും പാപത്തിൻ്റെ പരിഹാരമായിട്ടാണ്.
ഇന്ന് ഞാനും നിങ്ങൾ പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ, ഞാനും നിങ്ങൾ ചെയ്തിട്ടുള്ള ഓരോ പാപത്തിൻ്റെ കെട്ടുകളിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് പാപമില്ലാത്തൊരു ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പോസ്തലൻ പഠിപ്പിക്കുകയാണ്, ക്രിസ്തുവിനെ കർത്താവായി നിന്റെ ഹൃദയത്തിൽ പൂജിക്കുവിൻ. എന്താണ് ക്രിസ്തുവിനെ കർത്താവായി ഹൃദയത്തിൽ പൂജിക്കുക എന്ന് പറഞ്ഞ അർത്ഥം? ക്രിസ്തുവിനെ കർത്താവായി ഹൃദയത്തിൽ പൂജിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതാണ്: യേശു ഈ ലോകത്തിലേക്ക് വന്നത് എൻ്റെ പാപങ്ങൾ കൂടി ഏറ്റെടുക്കാൻ വേണ്ടിയാണെന്നും, യേശു എൻ്റെ മുഴുവൻ പാപങ്ങളും അവിടുത്തെ ശരീരത്തിൽ ഏറ്റെടുത്തുവെന്നും, യേശു ഞാൻ സഹിക്കേണ്ട മുഴുവൻ വേദനയും എനിക്ക് വേണ്ടി പകരക്കാരനായി സഹിച്ചുവെന്നും, യേശുവിൻ്റെ കുരിശ് മരണ യോഗ്യതയാൽ എൻ്റെ എല്ലാ പാപങ്ങളും ക്ഷമിക്കപ്പെട്ടിരിക്കുന്നുവെന്നും, ഇന്ന് ഞാൻ യേശുവിനെ വിശ്വസിച്ച് അനുദപിച്ച് കുമ്പസാരത്തിൽ പാപം ഏറ്റുപറഞ്ഞാൽ ഏറ്റുപറയുന്ന ഓരോ പാപങ്ങളും എന്നേക്കുമായി മായ്ക്കപ്പെടുമെന്നും, എൻ്റെ യേശു എൻ്റെ പാപപരിഹാര ബലിയാണെന്നും ഞാൻ വിശ്വസിക്കണം. കണ്ണുകളടച്ച് രണ്ട് കരങ്ങൾ ഉയർത്തട്ടെ. രണ്ട് കള്ളന്മാരുടെ മധ്യേ കുരിശിൽ കടന്ന് പടഞ്ഞ് ചോരയിൽ കുതിർന്ന് കീറിമുറിക്കപ്പെട്ട ശരീരവുമായി നഗ്നനായി പീഡനം സഹിച്ച് നിന്ദിതനായി അപമാനിതനായി തകർന്നു കിടക്കുന്ന യേശു ക്രിസ്തുവിനെ കാണുക. അവൻ കുരിശിൽ കടന്ന് പടഞ്ഞ് മരിച്ചത് സ്വന്തം പാപത്തിന് വേണ്ടിയല്ല. അവൻ ഒരിക്കലും പാപം ചെയ്തിട്ടില്ല. എന്നാൽ നമ്മുടെ പാപങ്ങൾ പിതാവായ ദൈവം യേശുവിൻ്റെ മേൽ എടുത്തു വെച്ചു. യേശു ക്രിസ്തുവിനെ ഉൾക്കണ്ണുകൾ കൊണ്ട് കാണുക. യേശു ക്രിസ്തുവിനെ ഉൾക്കണ്ണുകൾ കൊണ്ട് കാണുക. ആ യേശുവിനെ രക്ഷിതാവായി ആരാധിക്കുക. യേശുവേ, അവിടുന്നാണ് എൻ്റെ പാപങ്ങൾ ഏറ്റെടുത്തത്. യേശുവേ, അവിടുന്നാണ് എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചത്. യേശുവേ, അവിടുന്നാണ് എനിക്ക് വേണ്ടി തകർന്നത്. യേശുവേ, അവിടുന്നാണ് എനിക്ക് വേണ്ടി മരിച്ചത്. അവിടുത്തെ കുരിശ് മരണം എൻ്റെ എല്ലാ പാപങ്ങൾക്കും തക്കതായ പാപപരിഹാരമാണ്. ഞാൻ അങ്ങയെ എൻ്റെ പാപങ്ങളുടെ പരിഹാര ബലിയായി അംഗീകരിക്കുന്നു, ആരാധിക്കുന്നു. ഇപ്പോൾ യേശുവിനെ ആരാധിക്കുന്നവർക്ക് വിടുതലുണ്ട്. ഇപ്പോൾ യേശുവിനെ ആരാധിക്കുന്നവർക്ക് സൗഖ്യമുണ്ട്. ഇപ്പോൾ യേശുവിനെ ആരാധിക്കുന്നവന് പിശാചുകൾ കൂട്ടത്തോടെ അലറിക്കൊണ്ട് ഓടിപ്പോകുന്നു. ഇപ്പോൾ യേശുവിനെ ആരാധിക്കുന്നവരുടെ മേൽ ദൈവിക അഭിഷേകം വ്യാപരിക്കുന്നു. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ഈ നിമിഷങ്ങളിൽ യേശുവിനെ കർത്താവായി ആരാധിക്കുന്ന അഭിഷേകം ഈ ദൈവമക്കളുടെ മേൽ നിറയട്ടെ. ഈ ദൈവമക്കളുടെ കുടുംബങ്ങളുടെ മേൽ യേശുവിനെ കർത്താവായി ആരാധിക്കുന്ന അഭിഷേകം നിറയട്ടെ. യേശു ക്രിസ്തുവിനെ മുഴുവൻ പാപങ്ങളുടെയും പാപപരിഹാര ബലിയായി ആരാധിക്കാനുള്ള അഭിഷേകം നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, മാറാനാത്ത. Come, Lord Jesus. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. കുരിശിൽ നമുക്ക് വേണ്ടി പിടഞ്ഞ് മരിച്ച് കല്ലറയിൽ അടക്കം ചെയ്യപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് 40-ാം നാൾ സ്വർഗാരോഹണം ചെയ്ത് പിതാവിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന രക്ഷിതാവായ യേശു അവൻ വീണ്ടും വരും. അവൻ വീണ്ടും വരും. ഒരിക്കൽ കൂടെ കുരിശിൽ മരിക്കാനല്ല, പിന്നെയോ തന്നെ കാത്തിരിക്കുന്നവരെ, ആകാംക്ഷാപൂർവം തന്നെ കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി ദിവ്യകാരുണ്യ രൂപനായി സഭയിൽ രാജാതിരാജാവ് വസിക്കുന്ന യേശു ക്രിസ്തുവിലേക്ക് ഒരിക്കൽ കൂടെ വീണ്ടും വാനമേഘങ്ങളിൽ മഹിമ പ്രതാപത്തോടെ വരാനിരിക്കുന്ന രക്ഷകനായ യേശു ക്രിസ്തുവിലേക്ക് നമ്മുടെ രണ്ട് കരങ്ങളെ ഉയർത്തി നിഷ്കളങ്കമായ വിശ്വാസത്തോടെ യേശുവിൻ്റെ നാമത്തെ ഉറക്കെ വിളിക്കട്ടെ. യേശുവിൻ്റെ നാമത്തെ വിളിക്കുന്നവർക്ക് അത്ഭുത വിടുതലുണ്ട്, രക്ഷയുണ്ട്. വിളിക്കട്ടെ, യേശുവേ എന്ന് വിളിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളിലേക്ക് അത്ഭുതകരമായി വിടുതൽ വ്യാപരിച്ചു കൊണ്ടിരിക്കട്ടെ. തലമുറകളെ ബന്ധിക്കപ്പെടുന്ന കുടുംബങ്ങളിൽപ്പെട്ട് വിടുതൽ പ്രാപിക്കട്ടെ കർത്താവേ. ഓ ദൈവമേ, കുഞ്ഞുമക്കൾ അത്ഭുതങ്ങൾ കാണട്ടെ. കുഞ്ഞുമക്കളുടെ വിശ്വാസ മേഖലകളെ ഇപ്പോൾ സ്പർശിക്കണമേ. ഓ ദൈവമേ, കുടുംബങ്ങളിൽ പ്രാർത്ഥനയില്ലാത്ത വിധം തകർന്നു പോയ കുടുംബങ്ങളിൽ ആത്മീയ അഭിഷേകം നിറയട്ടെ. പരിശുദ്ധാത്മ കൃപ ലഭിക്കട്ടെ. ജഡിക പാപത്തിൻ്റെ ബന്ധനങ്ങൾ നടക്കുന്ന കുടുംബങ്ങളെ ഇപ്പോൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ജഡിക പാപത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന് വിടുവിക്കുന്നു. 1-ാം പ്രമാണ ലംഘനത്തിൻ്റെയും 6-ാം പ്രമാണ ലംഘനത്തിൻ്റെയും ഓരോ തരത്തിലുള്ള പൈശാചിക പീഡകളുടെയും ബന്ധത്തിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും യേശുവിന്റെ നാമത്തിൽ വിടുവിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിതത്തിൽ ഒരു മേൽഗതിയില്ലാതെ എന്നും തകർച്ച, എന്നും കണ്ണുനീര്, എന്നും രോഗം, എന്നും വഴക്ക്, എന്നും ദുഃഖം, നിരാശയുടെ ബന്ധത്തിൽ കിടക്കുന്ന ഓരോ കുടുംബങ്ങളെയും യേശുവിന്റെ നാമത്തിൽ വിടുവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, മാറാനാത്ത. Come, Lord Jesus.